ഇപ്പോൾ ഒരു സമരം നടക്കുകയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് സമരം നടത്തുകയാണ്. ആ ദൃശ്യങ്ങൾ. മന്ത്രിയുടെ തിരുവനന്തപുരത്തെ വസതിയിലേക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ സമരം. സാധാരണ സമരമൊക്കെ നടക്കാൻ കുറച്ച് താമസം എടുക്കാറുണ്ട്. 10 മണിക്ക് ശേഷമാണ് സമരമൊക്കെ നടക്കാറ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രാവിലെ തന്നെ നേരത്തെ എഴുന്നേറ്റ് വന്ന് സമരം ചെയ്യാൻ കർമ്മോത്സുകരാണ്. മന്ത്രിയുടെ തിരുവനന്തപുരത്തെ വഴുതക്കാടുള്ള ഔദ്യോഗിക വസതിയിലാണ് സമരം. ഈ ഒരു സമരം പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം അവിടെ കാര്യമായ പോലീസ് സന്നാഹങ്ങളില്ല. അതുകൊണ്ട് തന്നെ ആ വളപ്പിനകത്തേക്ക് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ ഉള്ളിലേക്ക് കയറാൻ പ്രതിഷേധക്കാർക്ക് കഴിഞ്ഞു എന്നുള്ളത് കാണേണ്ടതാണ്. അതായത് മന്ത്രി അവിടെ ഇല്ല. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് മന്ത്രി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പത്തനംതിട്ടയിലേക്കുള്ള യാത്രയിലാണ്. ആരോഗ്യമന്ത്രിയുടെ വീട്ടിനകത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കയറി എന്നുള്ളതാണ്. വീടിന് പുറത്തല്ല, മന്ത്രിയുടെ വീടിനകത്തേക്ക് കയറി വീടിന്റെ ആ ഉമ്മറത്തിരുന്ന് പ്രതിഷേധിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. ഈ സമരം പോലീസ് പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. സ്വാഭാവികമായി അതുകൊണ്ട് തന്നെ അതിൽ സുരക്ഷാ വീഴ്ചയാണ്. ഗാർഡിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ മാത്രമേ മന്ത്രിയുടെ വീട്ടിലുള്ളൂ. ഇപ്പോൾ മന്ത്രിയുടെ വസതിയിൽ റീത്ത് വെച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി. സ്റ്റെഫിൻ, ഇങ്ങനെ ഒരു സമരം പ്രതീക്ഷിച്ചില്ല എന്ന് തോന്നുന്നു പോലീസ്. കാരണം ഇപ്പോൾ മന്ത്രിയുടെ വസതിക്കകത്തേക്ക്, മന്ത്രിയുടെ വസതിയുടെ സിറ്റ് ഔട്ടിലേക്ക് കയറി പ്രതിഷേധിക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. പോലീസിന് ഒരു ഇൻഫർമേഷനും ഉണ്ടായിരുന്നില്ലേ ഇത്ര രാവിലെ ഒരു സമരം നടക്കുമെന്ന്? തികച്ചും അപ്രതീക്ഷിതമായ സമരമായിരുന്നു. കാരണം ഇപ്പോൾ ഈ വീട്ടിനകത്തേക്ക് ഈ പ്രതിഷേധക്കാർ എത്തിയിട്ടും പോലീസിനെ തടയുന്നതിന് വേണ്ടി കഴിഞ്ഞില്ല. ആകെപ്പാട് ഒരു 2 പോലീസുകാർ മാത്രമാണ് ഈ ഗേറ്റിൽ ഉണ്ടായിരുന്നത്. അവർക്ക് തടയുന്നതിന് വേണ്ടി കഴിഞ്ഞില്ല. ആ ഗേറ്റ് തുറന്ന് പ്രതിഷേധക്കാർ വീടിന് മുന്നിലേക്ക് വരികയായിരുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ വീട്ടിന്റെ മുന്നിൽ റീത്ത് വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമാണ് ഉയർത്തിയിരിക്കുന്നത്. പോലീസ് ആ റീത്തൊക്കെ എടുത്ത് മാറ്റി. യൂത്ത് കോൺഗ്രസുകാർ പുറത്തേക്ക് പോയിട്ടുണ്ട്. ഈ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ പ്രതിഷേധ മാർച്ച് ഇങ്ങോട്ടേക്ക് വന്നത്. പൊടുന്നനെയായിരുന്നു പ്രതിഷേധ മാർച്ച് ഇങ്ങോട്ടേക്ക് എത്തിയത്. ഈ ഗേറ്റ് തള്ളി തുറന്നുകൊണ്ട്, അതായത് ഗേറ്റ് അടയ്ക്കുന്നതിന് വേണ്ടിയൊക്കെ ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടന്നി എങ്കിൽ പോലും ഗേറ്റൊക്കെ തകർന്ന അവസ്ഥയിലാണ് ഈ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഗേറ്റിന്റെ ഇപ്പോ വീടിനകത്ത് നിന്ന് പ്രവർത്തകർ പുറത്ത് ഇറങ്ങി വീടിന് മുമ്പിൽ, വസതിക്ക് മുമ്പിൽ ഇപ്പോൾ ധർണ നടത്തുന്നുണ്ട്. പക്ഷെ നടന്നിട്ടുള്ളത് ഒരു സുരക്ഷാ വീഴ്ച കൂടിയാണ്. സ്വാഭാവികമായിട്ടും മന്ത്രിമാരുടെ വസതികളിലേക്കും മറ്റുമൊക്കെ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടക്കാറുണ്ട്. ഇവിടെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് അകത്ത് കയറാൻ കഴിഞ്ഞു, അകത്ത് കയറി ഉമ്മറത്ത് റീത്ത് വെക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു പോലീസിനെ സംബന്ധിച്ചുള്ള ഒരു വീഴ്ച കൂടിയാണ്. സ്വാഭാവികമായും ആ ആംഗിൾ കൂടിയുണ്ട് ഇക്കാര്യത്തില്. തീർച്ചയായിട്ടും അഭിലാഷ്, കാരണം ഈ സംഭവം നടന്നിരിക്കുന്ന സ്ഥലം കൂടി ഒന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. പോലീസ് കമ്മീഷണർ ഓഫീസിന്റെ തൊട്ടടുത്ത്, അല്ലെങ്കിൽ പോലീസിന്റെ ട്രെയിനിങ് കോളേജിന്റെ തൊട്ടടുത്ത്, അങ്ങനെ പോലീസിന്റെ ഏറ്റവും നിയന്ത്രണം ഉള്ള സ്ഥലത്താണ് ഇത്തരത്തിൽ വലിയൊരു സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ആ ഗേറ്റ് പൂട്ടിയെങ്കിൽ പോലും അത് തള്ളി പൊളിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തകരെല്ലാം അകത്തേക്ക് കടന്നു ചെന്നത്. ആകെ പര്യാപ്തമായ പോലീസുകാർ ഒന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഒപ്പം മന്ത്രി ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അവർ നേരത്തെ തന്നെ പത്തനംതിട്ടയിലേക്ക് പോയിട്ടുണ്ട്. അവരുടെ യോഗം ഇന്ന് പത്തനംതിട്ടയിൽ ചേരുന്നുണ്ട് 8:45. അതുകൊണ്ട് തന്നെ മന്ത്രി ഇവിടെ ഉണ്ടായിരുന്നില്ല. എങ്കിലും മന്ത്രിയുടെ ഒരു വീട്ടിനകത്തേക്ക് ഇങ്ങനെ കയറി റീത്ത് വയ്ക്കുക, അല്ലെങ്കിൽ വലിയ പ്രതിഷേധം ഉയർത്തുക എന്നത് നമ്മൾ സമീപകാലത്തൊന്നും തന്നെ കാണാത്ത തരത്തിലുള്ള ഒരു കാഴ്ച കൂടിയാണ്. ആ തരത്തിൽ പ്രതിഷേധം വലിയ രീതിയിൽ കടുപ്പിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. വീട്ടിന്റെ മുന്നിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസ് ഇപ്പോഴും തയ്യാറായിട്ടില്ല. അവിടെ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ പോലീസ് കൂടുതൽ പോലീസുകാരെ ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നു. ഒപ്പം തന്നെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഈ കാര്യം ധരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രതിഷേധക്കാരെ എല്ലാം തന്നെ പുറത്തേക്ക് ഇറക്കിയത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള നേമം ഷജീർ തന്നെയാണ്. അറിയിത്ത് വെച്ചതിന് ശേഷം ഇനി അവിടെ പ്രതിഷേധം മതിയാക്കാം, പുറത്തേക്ക് പോയി മുദ്രാവാക്യം വിളികളുമായി അവിടെ ഇരിക്കാം എന്നുള്ള നിർദ്ദേശം നൽകിയത്. അതിന്റെ ഭാഗമായിട്ടാണ് അവർ കരിങ്കൊടിയും യൂത്ത് കോൺഗ്രസിന്റെ കൊടിയും എല്ലാമായിട്ട് പുറത്തു വന്ന് പ്രതിഷേധിക്കുന്നത്. ഗേറ്റിൽ ഇപ്പോൾ കരിങ്കൊടി തൂക്കിയിട്ടിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുവാൻ കഴിയും.